Hello guys, welcome to our channel EB Fun World. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മോളുടെ ഒരു ഹെയർ കട്ട് ചെയ്യുന്നൊരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു സലൂണിൽ നിന്നാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. Guys, welcome back to our channel EB Fun World. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഹെയർ സ്റ്റൈൽ കട്ടിംഗ് ആണ്. മോളെ ഹെയർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സലൂണിലൊക്കെ വന്നിട്ട് കട്ട് ചെയ്യുന്നത്. ഇവളെ ഹെയർ ഞാൻ നോർമലായിട്ട് എൻ്റെ ഉമ്മയാണ് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്ത് കൊടുക്കും. വളരെ ചുരുക്കം സമയങ്ങളിലേ ഞാൻ ചെയ്യാറുള്ളൂ, അധികം എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ആൾ. മോളുടേത് മാത്രമല്ല കേട്ടോ, എൻ്റെയും എൻ്റെ അനിയത്തികളുടെയും ഹെയറൊക്കെ കട്ട് ചെയ്യുന്ന ആൾ ഉമ്മ തന്നെയാണ്. നമ്മളങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാറൊന്നുമില്ല. ഞാൻ ഈ അടുത്താണ് ഒരിക്കൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഹെയർ ബ്യൂട്ടി പാർലറിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രായത്തിൽ മുടി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഉമ്മാനെ തന്നെയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയത്തികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തെ ഉമ്മയാണ് നമ്മളെ ഹെയർ സ്റ്റൈലിസ്റ്റ്. നമ്മൾ 3 മക്കളാണല്ലോ, പെൺകുട്ടികൾ. അപ്പം നമ്മൾ 3 പേരുടെ ഹെയർ കട്ട് ചെയ്യുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും എല്ലാം ഉമ്മ തന്നെയാണ്. മോളുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ കണ്ടീഷണർ ഇട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് കട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ അനിയനാണ് കേട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. അപ്പം നമ്മളെ ടൈം രാവിലെയായിരുന്നു. രാവിലെ 10:30ക്കാണ് അവിടെ സലൂണിലെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഞാൻ പോയ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ കുറച്ച് സ്റ്റാഫുകളും. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല കംഫർട്ടായിരുന്നു. പിന്നെ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് കാണിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഫേസൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവരെ ഫേസ് ഞാൻ ഇതിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കാണിക്കുന്നുണ്ട്. അവരെ പെർമിഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ആ ഒരു ടൈം ഞങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഓൺ വോയിസ് ആയിട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ മോളുടെ അടുത്ത് ഓൺ വോയിസ് ആയിട്ട് സംസാരിച്ച് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ചെയ്തതുണ്ടായിരുന്നു. ഈ ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്. അതിന് പുറമെ പാട്ടും നല്ല വോളിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓൺ വോയിസ് വേണ്ടാന്ന് വെക്കുമായിരുന്നു. പിന്നെ മ്യൂസിക് വരുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോഴാണ് ഞാൻ അവളെ കൊണ്ട് സംസാരിപ്പിച്ചത്. ഇവളെ ഈ ഹെയറിൽ നമ്മൾ നോർമലായിട്ടുള്ള കട്ടിങ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലെവൽ ചെയ്യുക, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കരുതി ഏതായാലും പാർലറിൽ വന്നതല്ലേ, അപ്പോൾ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ടാണ്. ലെയർ കട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇവളുടെ ഒരു ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരുപാട് ലെയർ കിട്ടൂല, താഴെ ആ ഭാഗത്ത് മാത്രമേ ലെയർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെയാണിപ്പം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. ഇവരിതാ മുടിയൊക്കെ പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കത്തെ ഹെയർ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഒന്ന് ലെയർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് അവർ പാർട്ടീഷൻ ചെയ്തെടുക്കുകയാണ്.
ഹെയറിൻ്റെ കട്ടിങ്ങും സെറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മോളുടെ ഫേസ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെയുള്ള ഹെയർ സ്റ്റൈലിൽ നിന്ന് ചേഞ്ച് ചെയ്തപ്പോഴേ ഫേസിനൊരു മാറ്റം വന്നതുപോലെ. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് എന്താ പോക്കി സ്റ്റൈലെന്നോ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവരാഗ്രഹങ്ങളല്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇറങ്ങുന്നതും ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതിനിടയിൽ നമ്മളൊരു റിലേറ്റീവിനെ അവിടെ വെച്ച് കണ്ടു കേട്ടോ. അവനും അവൻ്റെ വൈഫും കൂടെ വന്നതായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയറാണ്. അപ്പം അടി ചുരുണ്ട് നിൽക്കുന്നതൊക്കെ കുറേ നിവർന്നിട്ടുണ്ട്. വളരെ ഹെയറിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്, ഒരുപാട് സമയമൊന്നും ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളെ ഹെയർ കട്ടിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. തെറ്റുകൾ വന്നിട്ടുണ്ടാവും, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്, ക്ഷമിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.